നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2018 പ്രളയം മുതലാണ് കാലാവസ്ഥയെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചുമെല്ലാം നാം ബോധവാന്മാരാകാൻ തുടങ്ങിയത്. ഈ വിഷയങ്ങൾ മറക്കാതിരിക്കാൻ പിന്നീടുള്ള ഓരോ വർഷവും ചൂടും മഴയുമൊക്കെ മാറി മാറി നൽകി പ്രകൃതി നമുക്കൊപ്പമുണ്ട്. ഇപ്പോൾ കേരളത്തിന്റെ പ്രശ്നം ചൂടാണ്. നമ്മൾ പതിവില്ലാതെ വിയർക്കാൻ തുടങ്ങിയിട്ട് 2 മാസത്തിന് മുകളിലായി. കാരണം കൊടും ചൂടാണ് കേരളത്തിൽ. എന്നാൽ ചൂടുകാലം അവസാനിക്കാൻ പോകുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. ലോകത്ത് തന്നെ ചൂട് പിടിപ്പിച്ച എൽ നിനോ പ്രതിഭാസം പിൻവാങ്ങി തുടങ്ങിയതായാണ് സൂചന. കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ചൂട് കൂടിയ വർഷമായിരുന്നു 2023. 2016 ആയിരുന്നു അതിനു മുമ്പ്. അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് എൽ നിനോ പ്രതിഭാസം തന്നെയായിരുന്നു. 2023 ജൂണിൽ തുടങ്ങി ഇപ്പോൾ ഏപ്രിലാണ് അതൊന്ന് ന്യൂട്രലായി തുടങ്ങിയത്. കിഴക്കൻ പസഫിക് അസാധാരണമായി ചൂടാകുന്ന അവസ്ഥയാണ് എൽ നിനോ. പസഫിക് വളരെ വിശാലമായ സമുദ്രമേഖലയാണ്. അവിടെ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും ലോക കാലാവസ്ഥയെ മുഴുവൻ സ്വാധീനിക്കും. ചിലയിടങ്ങളിൽ വലിയ ഹീറ്റ് വേവ് ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ കൊടും വരൾച്ചയായിരിക്കും. എന്നാൽ ഒറ്റപ്പെട്ട ചിലയിടങ്ങളിലെങ്കിലും അതിതീവ്രമായ മഴ കിട്ടും. കാലാകാലങ്ങളെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെ തകിടം മറിച്ചുകൊണ്ടുള്ള ഇത് സംഭവിക്കുന്നത്. കേരളം ഉൾപ്പെടെ ലോകത്ത് മിക്കയിടങ്ങളിലും ചൂട് കൂടാനുള്ള കാരണവും ഇതായിരുന്നു. ഹീറ്റ് വേവുമായി ബന്ധപ്പെട്ട് മനുഷ്യരുടെ ആരോഗ്യത്തിനും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ അസമത്വത്തിൻ്റെതായ ഘടകങ്ങളും ഉണ്ട്. ആഫ്രിക്ക, തെക്കേ അമേരിക്ക, ഇന്ത്യ, ഫിലിപ്പീൻസ്, മറ്റ് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത്. ഹീറ്റ് വേവ് വലിയ തോതിൽ മാനസികാരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. അത് നേരിടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. പുറത്ത് ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിലും അതുതന്നെയാണ് അവസ്ഥ. എൽ നിനോ പ്രതിഭാസം മാറി ന്യൂട്രൽ ആകുന്നത് മഴയുടെ കാര്യത്തിൽ നല്ലതാണ്. മെയ് പകുതിയൊക്കെ ആവുന്നതോടെ മഴ കിട്ടിത്തുടങ്ങുകയും ചൂട് കുറയുകയും ചെയ്യും. എൽ നിനോ മാറി ലാ നിന ആകുന്നത് കുറച്ച് വൈകിയാൽ തന്നെ മഴയ്ക്ക് അനുകൂലമായ സാഹചര്യവും ഉണ്ടാവും. എങ്കിലും ഓഗസ്റ്റ് ആവുന്നതോടെ ലാ നിന പൂർണ്ണമായി വരാവുന്ന സാഹചര്യവുമുണ്ട്. ലാ നിനയ്ക്കൊപ്പം മൺസൂണിന്റെ 2ാം പകുതിയിൽ പോസിറ്റീവ് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ കൂടി വരുമെന്ന പ്രവചനവുമുണ്ട്. 2019 IOD സംഭവിച്ചിരുന്നു. പടിഞ്ഞാറൻ അറബിക്കടലിൽ കിഴക്കൻ ഇന്ത്യ മഹാസമുദ്രത്തെക്കാൾ കുറച്ച് ചൂട് കൂടുന്ന അവസ്ഥയാണിത്. എൽ നിനോ പ്രതിഭാസത്തിന്റെ ഒരു ചെറിയ പതിപ്പെന്ന് വേണമെങ്കിൽ പറയാം. ഇതുമൂലം പെനിൻസുലാർ പടിഞ്ഞാറൻ തീരങ്ങളിലൊക്കെ മഴയ്ക്ക് കാരണമാകാം. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ശക്തിയേറിയ മഴ പെയ്യുകയാണ് ഇതുമൂലം സംഭവിക്കുക. 2018 2019 ഇങ്ങനെ കൂടുതലും പെയ്യുന്നത്. അന്നാണ് കവളപ്പാറയിലും പുത്തുമലയിലുമൊക്കെ ലഘുമേഘ വിസ്ഫോടനം ഉണ്ടായത്. പക്ഷെ അന്ന് ലാ നിന ഉണ്ടായിരുന്നില്ല. ഇത്തവണ ലാ നിന മൂലവും മഴ ലഭിക്കും. മൺസൂണിന്റെ 2ാം പാതിയിൽ പോസിറ്റീവ് IOD ഉണ്ടായാലും മഴ ലഭിക്കും. എങ്കിലും ഇതുമൂലം ഒരുമിച്ച് വരുന്നത് വളരെ ചുരുക്കമാണ്. അങ്ങനെ ഉണ്ടായാൽ അത് വളരെ അപകടകരമായ ഒന്നായിരിക്കും. ഒരു ഡേഞ്ചറസ് കോംബോ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരത്തിൽ വലിയ മാറ്റങ്ങളാണ് കേരളത്തിന്റെ കാലാവസ്ഥയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തെയും ജീവനെയും ഉപാധികളെയും എല്ലാം ബാധിക്കുന്നതാണ്. ഏപ്രിൽ ആകുമ്പോഴേക്കും എൽ നിനോ പ്രതിഭാസം കഴിയുന്നതും ഓഗസ്റ്റോടെ ലാ നിന വരുന്നതുമായ കാര്യങ്ങളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും പറയുന്നത്. അതോടൊപ്പം IODയുടെ സാധ്യതയെക്കുറിച്ച് ഒരു സൂചനയുമുണ്ട്. രാജ്യത്ത് പൊതുവെ സാധാരണ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പറയുന്നത്. അതിനർത്ഥം വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നല്ല. മുൻപ് കിട്ടിക്കൊണ്ടിരുന്നത് പോലെ ദിവസം 2-3 സെന്റിമീറ്റർ മഴ ലഭിച്ചാലും അത് സാധാരണമെന്ന് കൂട്ടാം. എന്നാൽ ഇങ്ങനെ ലഭിക്കുന്ന മഴയ്ക്ക് പുറമെ പെട്ടെന്നുണ്ടാകുന്ന അതിതീവ്ര മഴ പോലുള്ളവ കൂടി ഉണ്ടായാൽ അത് കാര്യങ്ങൾ മോശമാകും. ഇതൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. മൺസൂണിന്റെ സമയത്ത് നാം ജാഗ്രത കാണിക്കുക. മൺസൂൺ സാധാരണയിൽ കുറവുള്ള അവസ്ഥയാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട അവസ്ഥയുണ്ട്. പ്രാദേശികമായി വെള്ളപ്പൊക്കമുണ്ടായ സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. എൽ നിനോ എന്നാൽ ചെറിയ ആൺകുട്ടി എന്നാണ് അർത്ഥം. പെറുവിയർ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ 18ാം നൂറ്റാണ്ടിലാണ് ഇത് കണ്ടുപിടിക്കുന്നത്. സമുദ്ര താപനില വളരെ കുറഞ്ഞ സ്ഥലമാണ് ഇവിടം എന്നതിനാൽ മത്സ്യലഭ്യത കൂടുതലാണ്. സമുദ്ര താപനില കുറയുമ്പോൾ പോഷകങ്ങൾ വർദ്ധിക്കും. എന്നാൽ ക്രിസ്മസിനോടടുത്ത് സമുദ്ര താപനില വർദ്ധിക്കുന്നതായും മത്സ്യലഭ്യത കുറയുന്നതായും അവർ മനസ്സിലാക്കി. അങ്ങനെയാണ് കുഞ്ഞായ യേശു വരുന്ന സമയം എന്ന നിലയിൽ എൽ നിനോ എന്ന് പേരിട്ടത്. മഴയോ മഴമേഘങ്ങളോ ഇല്ലാത്ത മേഖലയാണ് ഇവിടം. പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് അസാധാരണമായ മഴമേഘങ്ങൾ ഉണ്ടാവുക. എന്നാൽ സമുദ്ര താപനില കൂടുന്നതോടെ ഈ മഴമേഘങ്ങൾ പസഫിക്കിന്റെ മധ്യ കിഴക്കൻ മേഖലകളിലേക്ക് മാറുകയും ഈ മേഖലയിൽ മഴ കൂടുകയും പടിഞ്ഞാറൻ മേഖലയിൽ മഴ കുറയുകയും ചെയ്യും. ലാ നിന എന്നാൽ ചെറിയ പെൺകുട്ടി. എൽ നിനോയുടെ നേരെ എതിരാണ് ഇത്. സാധാരണ മഴ കിട്ടാറുള്ള പടിഞ്ഞാറൻ പസഫിക് മേഖലയിൽ കൂടുതൽ മഴ ലഭിക്കും എന്നാണ് ഇതുമൂലം സംഭവിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.